രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചത് മൂന്നാമത്തെ കേസാണ്. സമാന രീതിയിലുള്ള മൂന്നാമത്തെ കേസ്, ലൈംഗിക അതിക്രമം നടത്തുന്ന അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്ത മൂന്നാമത്തെ കേസ്. ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞു, രണ്ടാമത്തേൽ മുൻകൂർ ജാമ്യം ലഭിച്ചു. അതിനുശേഷം ഈ മൂന്നാമത്തെ കേസിനെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇന്ന് പുലർച്ചയോടുകൂടെ പത്തനംതിട്ടയിലെ സ്വകാര്യ ഹോട്ടലിൽ അന്വേഷണ സംഘം അവിടെ മുറിയെടുത്ത് താമസിച്ചതിന് ശേഷം രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി പത്തനംതിട്ടയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് 4:30 ശേഷമാണ് ആ ചോദ്യം ആരംഭിച്ചത്. ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ പരാതിക്കാരിയുടെ പരാതി എന്താണെന്നുള്ളത് കൃത്യമായി രാഹുലിനെ വായിച്ചു കേൾപ്പിക്കുന്നു. അതിനുശേഷം രാഹുലിനോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ താനും ആ അതിജീവിതയും തമ്മിൽ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം തങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം രാഹുൽ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം വരുന്ന എല്ലാ കാര്യങ്ങളെയും, പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ശരിയല്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള AG പൂങ്കുഴലി തന്നെ നേരിട്ടെത്തിയായിരുന്നു ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകിയത്. അന്വേഷണ ചുമതലയുള്ള പ്രധാന ഉദ്യോഗസ്ഥരൊക്കെയും തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ, അതായത് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ എത്തിയായിരുന്നു അവിടെ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുകയും ചെയ്തത്. പിന്നീട് വന്ന ചോദ്യങ്ങൾക്ക്, അതായത് ഈ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കൽ, ശാരീരികമായി ഉപദ്രവിക്കൽ, ആ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കൽ മുതലായ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെയെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുകയായിരുന്നു. താൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കൗണ്ടർ ചോദ്യങ്ങൾ, അതായത് സ്വാഭാവികമായിട്ടും കൂടുതൽ ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇനി പറയാനുള്ളതെല്ലാം എന്റെ അഭിഭാഷകൻ പറഞ്ഞുകൊള്ളും, അല്ലെങ്കിൽ എന്റെ വക്കീൽ പറഞ്ഞുകൊള്ളും എന്നുള്ള രീതിയിൽ തീർത്തും നിഷേധാത്മകരമായി ഒരു തരത്തിലുള്ള സഹകരണമില്ലാതെയായിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിലിരുന്നത്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, യാതൊരു തരത്തിലുള്ള ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഒരു നിർവികാരികനായിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പോലീസ് ജീപ്പിന്റെ മധ്യത്തിലിരുന്ന്, അത് പോലീസ് വാഹനത്തിന്റെ മധ്യനിരയിലുള്ള സീറ്റിൽ മധ്യത്തിലിരുന്ന് കൊണ്ട് അവിടെ യാത്ര ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇനിയുള്ള ചോദ്യം ചെയ്യൽ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ തിരുവല്ല കോടതിയിലായിരിക്കും സ്വാഭാവികമായിട്ടും കസ്റ്റഡി അപേക്ഷയുമായി മുന്നോട്ട് പോവുക. ഈ കേസിന്റെ പരിധി വരുന്നത് തിരുവല്ലയിലാണ്. അപ്പോൾ ആ കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ ഒക്കെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. തുടർന്ന് ഈ IR ക്യാമ്പിൽ തന്നെ ആയിരിക്കാം സ്വാഭാവികമായും ചോദ്യം ചെയ്യലിലേക്ക് പോവുക. അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് വരും ദിവസത്തെ ചോദ്യം ചെയ്യലിനൊക്കെ നേതൃത്വം നൽകുകയും ചെയ്യും. ആ ചോദ്യം ചെയ്യലിൽ അതിനു മുൻപായി തന്നെ ഒരുപക്ഷെ ഈ പരാതിക്കാരി നാട്ടിലേക്ക് എത്തുകയും രഹസ്യമൊഴി നൽകുകയും ചെയ്യും. അത്തരത്തിൽ രഹസ്യമൊഴി നൽകുകയും വിശദമായ ആ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം കൗണ്ടർ ചോദ്യങ്ങൾ, കൃത്യമായ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിക്കൊണ്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി ചോദ്യം ചെയ്യാനിരിക്കുക. ആ ചോദ്യം ചെയ്യലുകളിൽ ഇന്നിപ്പോൾ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ചോദിച്ചെങ്കിൽ ഇനി ഒരു കൃത്യമായ ഒരു ചോദ്യാവലി തയ്യാറാക്കും. അതിന്റെ ഉത്തരങ്ങളെല്ലാം ഒരുപക്ഷെ റെക്കോർഡ് ചെയ്യപ്പെടുകയും അപ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇനിയിപ്പോൾ സഹകരിച്ചില്ലെങ്കിൽ അത് കൃത്യമായി കോടതിയെ അറിയിക്കാനും അന്വേഷണ സംഘത്തിനുള്ള മുന്നിൽ മാർഗങ്ങളും മറ്റ് 2 പരാതികളിൽ കൂടെയുള്ള ചോദ്യം ചെയ്യലുകൾ നടക്കാൻ സാധ്യതയുണ്ടോ ലിജോ? അതിലൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട, അതിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജാമ്യ ഹർജി 21-ാം തീയതി ഇനി ഹൈക്കോടതി പരിഗണിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ മറ്റൊരു FIR ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യലിലേക്ക് ആയിരിക്കും കടക്കുക. പക്ഷേ രാഹുലിന് കുരുക്കാകാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ആ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യം ചൂണ്ടിക്കാട്ടും. ഇയാൾ മറ്റൊരു കേസിൽ, സമാനമായ മറ്റൊരു കേസിൽ നിലവിൽ റിമാൻഡിലുള്ള ഒരു പ്രതിയാണ്. ആ റിമാൻഡിലുള്ള ഒരു പ്രതിക്ക് അതിന് സമാനമായ രീതിയിലുള്ള ഒരു കേസിൽ ജാമ്യം നൽകുന്നത് ശരിയല്ല. അത് ഈ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റു കേസുകളിലെ പരാതിക്കാരെയും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.